കരൂർ ദുരന്തത്തിൽ നടനും ടി.വി.കെ പാർട്ടി അധ്യക്ഷനുമായ വിജയ്ക്കെതിരെ തമിഴ്നാട് പോലീസിന്റെ മൊഴി. സ്ഥലത്തുണ്ടായ വൻ ജനപങ്കാളിത്തം ടി.വി.കെ അധികൃതർ പോലീസിനെ അറിയിച്ചില്ലെന്നും 30,000-ലധികം പേർ പങ്കെടുത്തത് അപകടത്തിന് വഴിവെച്ചെന്നും പോലീസിന്റെ മൊഴി. വിവരങ്ങളുമായി ഇപ്പോൾ വിഷ്ണു തലവൂർ ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്ന്. വിഷ്ണു, ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട അപകടവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുന്നത് പോലീസിനാണ്. പോലീസിനെ വിവരങ്ങൾ അറിയിച്ചില്ല, അതോടൊപ്പം തന്നെ 7 മണിക്കൂർ വൈകിയെത്തി. അങ്ങനെ നിരവധി ഘടകങ്ങളുണ്ട്. എന്തൊക്കെയാണ് പോലീസ് CBIക്ക് നൽകിയ മൊഴികൾ? സിജു, എന്തായാലും നടനും അതോടൊപ്പം തന്നെ ടി.വി.കെ അധ്യക്ഷനുമായിട്ടുള്ള വിജയിയെ CBI ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. പ്രത്യേകിച്ച് നിലവിൽ പുറത്തുവരുന്ന സൂചനകൾ അനുസരിച്ചുകൊണ്ട് കരൂർ അപകടത്തിൽ വിജയിയെ പ്രതി ചേർത്തേക്കും എന്നുള്ള സൂചന തന്നെയാണ് പുറത്തു വരുന്നത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ചേർത്തുകൊണ്ടായിരിക്കും വിജയിയെ പ്രതി ചേർക്കുക എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് തന്നെയാണ് വിജയ്ക്കൊരു കുരുക്കാവുന്നത്. ഇത്തരത്തിൽ കരൂർ റാലി സംഘടിപ്പിക്കുന്ന ആ ഒരു സമയത്ത് അതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പോലീസ് അധികൃതരെ ടി.വി.കെ അധികൃതർ അറിയിച്ചിരുന്നില്ല എന്നൊരു കാര്യം ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ CBIക്ക് മൊഴി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 30,000-ലധികം ആളുകൾ പങ്കെടുത്തതാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് വഴിവെച്ചത്. ഇതിൽ തന്നെ വിജയ് ഈ ഒരു പരിപാടി നടന്ന സ്ഥലത്തേക്ക് എത്തുന്നത് ഏകദേശം 7 മണിക്കൂർ വൈകിയാണ് ഈ ഒരു സ്ഥലത്തേക്ക് കരൂരിലേക്ക് എത്തുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ അപകടം ഉണ്ടാകുന്ന സമയത്തും വിജയ് തന്റെ പ്രസംഗം തുടരുകയായിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും എന്തായാലും CBI ഇതിലൊക്കെ തന്നെ വിജയോട് ചോദ്യം ചോദിച്ച് വ്യക്തത വരുത്തുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വിജയിയെ സംബന്ധിച്ച് തമിഴ്നാട് പോലീസിന്റെ മൊഴി കൂടുതൽ കുരുക്കാവുകയാണ് സിജു.